ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റി ചമ്മന്തി തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതാണ് അത് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തതാണ് അതും കൂടി ചേർക്കാം. സവാള കുറച്ചധികം തന്നെ വേണ്ടി വരും. അപ്പോൾ ഒരു വലിയ സവാള ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് മീഡിയം ആയിട്ടുള്ള 2 സവാള ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ സവാള നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കണം. അത്യാവശ്യം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. സവാളയ്ക്ക് പകരം ചെറിയുള്ളി വേണമെങ്കിലും ഉപയോഗിക്കാം, അപ്പോൾ അത് കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ സവാള അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിയാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇത്രയും പുളിയാണ് എടുക്കുന്നത്. പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. എത്ര പുളി വേണോ അത്രയും ചേർക്കാം. പുളി കൂടി പോരുത്, ആവശ്യത്തിന് ചേർത്താൽ മതി. പിന്നെ കുറച്ചധികം തന്നെ കരിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. കരിവേപ്പില കുറച്ചധികം തന്നെ ചേർക്കാം, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ചമ്മന്തിക്ക്. ഇനി ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കാം. ഏകദേശം ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടിയും നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതിയാവും. മുളക് പൊടി ചേർത്ത ഉടനെ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. അപ്പോൾ ഈ ചൂടിൽ കിടന്ന് തന്നെ മുളക് പൊടി മൂത്ത് കിട്ടും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന പുളിയും മുളക് പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചേർക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയുടെ കൂട്ടും കൂടി ചേർക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. അതിനുശേഷം ഇത് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതുപോലെ ആ ചമ്മന്തിയുടെ പരുവം അറിയാലോ, ആ ഒരു പരുവത്തിലാക്കി എടുത്താൽ മതി. ഒരുപാട് അങ്ങ് ഫൈൻ പേസ്റ്റ് ആക്കണ്ട. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്, അത്രയ്ക്കും ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്